ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം നേരത്തെ ഉണ്ടാകാനാണ് സാധ്യതകൾ ഉള്ളത്. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെയും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷന്റെയും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. പെൻഷൻ കമ്മീഷൻ അംഗീകരിക്കുകയാണെങ്കിൽ ജൂൺ 19 മുമ്പായി തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ്. പെൻഷൻ കൃത്യസമയത്ത് കിട്ടുന്നത് ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസമായിട്ടുള്ള ഒന്നാണ്. നിലവിൽ ഇപ്പോൾ പെൻഷൻ കൃത്യസമയത്ത് തന്നെയാണ് ലഭിക്കുന്നതും. ഈ മാസം നേരത്തെ പെൻഷൻ ലഭിക്കുമെന്നാണ് കരുതുന്നത്. കൂടാതെ പെൻഷൻ ലഭിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒന്നാണ് മസ്റ്ററിംഗ്. 2025-26 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ 25-നാണ് ആരംഭിക്കുന്നത്. ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള കാലാവധി. 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും തന്നെ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിൽ ഗുണഭോക്താക്കൾ നേരിട്ടെത്തിയാണ് വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. എന്നാൽ വീടുകളിൽ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ ആ വിവരം അക്ഷയ കേന്ദ്രങ്ങളെ അറിയിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ ഫീൽഡ് തല മസ്റ്ററിംഗ് നടക്കുമ്പോൾ വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്തു തരുന്നതായിരിക്കും. അക്ഷയ കേന്ദ്രങ്ങളിൽ ഫോൺ നമ്പറും വിലാസവും ഒക്കെ കൃത്യമായി തന്നെ നൽകേണ്ടതുമാണ്. ക്ഷേമനിധി ബോർഡ് നൽകുന്ന പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താക്കളും സാമൂഹ്യ സുരക്ഷാ പെൻഷനായ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി ആനുകൂല്യങ്ങൾ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ തുടങ്ങിയ പെൻഷൻ ആനുകൂല്യങ്ങളും പെൻഷനും ലഭിക്കുന്ന എല്ലാവരും തന്നെ ഈ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യണം. ചില സാഹചര്യത്തിൽ പെൻഷൻ തടസ്സപ്പെട്ടതിന്റെ പേരിൽ ഈ വർഷം തന്നെ മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളും ഈ വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. തുടർന്നുള്ള പെൻഷൻ വിതരണം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത് കൃത്യമായി ചെയ്യണമെന്ന് പറയുന്നത്. ബയോമെട്രിക്സ് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും വാർഷിക മസ്റ്ററിംഗ് നടക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമേ ഇപ്പോൾ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 2 മാസത്തെ കാലാവധിയുണ്ട് വാർഷിക മസ്റ്ററിംഗ് ചെയ്യുവാൻ. അതിനാൽ സമയമനുസരിച്ച് ഈ സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് ചെയ്താൽ മതിയാകും. ഇത് പൂർത്തിയാക്കുമ്പോൾ ഒരു പ്രിന്റ് ലഭിക്കുന്നതായിരിക്കും. ആ പ്രിന്റ് സൂക്ഷിച്ചു വെക്കേണ്ട ഒന്ന് തന്നെയാണ്. മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ്. അതിനാൽ ആധാർ കാർഡിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. കൂടാതെ ആധാർ എടുത്ത് ഓരോ 10 വർഷം കഴിയുമ്പോഴും ആധാർ പുതുക്കേണ്ടതുണ്ട്. അങ്ങനെ പുതുക്കാത്തവർ ഉണ്ടെങ്കിൽ അതും കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്. ആധാറിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ പെൻഷൻ മസ്റ്ററിംഗ് ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കാം. അതിനാൽ ആധാറിലെ വിവരങ്ങളെല്ലാം ശരിയാണോ എന്ന് കൃത്യമായി തന്നെ പരിശോധിക്കുക. പുതുക്കാനുണ്ടെങ്കിൽ ഈ സമയം അവ കൃത്യമായി തന്നെ ചെയ്യേണ്ടതുമാണ്. ചില ഗുണഭോക്താക്കൾ വേറെ ജില്ലകളിലാണ് താമസിക്കുന്നത്. അതിനാൽ പഞ്ചായത്തിന് കീഴിലുള്ള അക്ഷയയിൽ തന്നെ മസ്റ്ററിംഗ് ചെയ്യണമെന്നുള്ള നിബന്ധനകളില്ല. അതിനാൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെൻഷൻ തടസ്സമില്ലാതെ തന്നെ ലഭിക്കുന്നതുമാണ്. ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവ കൃത്യമായി തന്നെ പരിഹരിച്ച് മസ്റ്ററിംഗ് കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്. കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കി എല്ലാവരും കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക.